നമസ്കാരം. ഈ സംഗീതവേദിക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് we are back with another fabulous episode. Welcome to Amrita Superstar. Be a star, a superstar. ഈ സംഗീതവേദി പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ഇവിടെ ഉണ്ടായേ തീരൂ. അപ്പോൾ ലെറ്റ്സ് വെൽക്കം our judges onto the show. ശരത് സർ, അൽഫോൺസ് സർ, മഹദി മാം, വെൽക്കം ടു ദ ഷോ. ഇനി നമുക്ക് ആദ്യത്തെ പെർഫോമൻസിലേക്ക് പോവാം. നമ്മുടെ ഇവിടെ ഇങ്ങനെ നാണം കുടുങ്ങിയ ഒരു നാടൻ കുട്ടി ഉണ്ടായിരുന്നല്ലോ, ലക്ഷ്മി. യെസ്, ലക്ഷ്മിയാണ് ആദ്യം പെർഫോം ചെയ്യാൻ വരുന്നത്. അടുത്തത് ബാൻഡ് മസ്തി റൗണ്ടാണ്. ഇതിൽ ഞാൻ പാടാൻ പോകുന്നത് റൗഡി റത്തർ എന്ന ഫിലിമിലെ ആരേ പ്രീതം പ്യാരേ ബണ്ടൂക്ക് മേ നാ തു ഗോലി മേരേ ഈ പാട്ടാണ്. നമുക്കിത് കാണാം. ലെറ്റ്സ് എൻജോയ്.
വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ലക്ഷ്മിയുടെ എന്താ പറയേണ്ട ഒരു സ്വഭാവവും പിന്നെ മൊത്തത്തിൽ ഒരു നാണം കുടുങ്ങി ഗ്രാമത്ത് പെൺമണി ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ തുള്ളുവെന്ന് നമ്മളാരും കരുതിയില്ല. അവിടെ നാട്ടുകാരും കരുതി കാണത്തില്ല കേട്ടാ. കാണാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? അതെ, അതെ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. ശരത് സാറും ഡാൻസ് ചെയ്യും. തീർച്ചയായിട്ടും അന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യും. അടുത്ത ദിവസം എൻ്റെ മൂക്കി പഞ്ഞി വയ്ക്കുന്ന ദിവസമായിരിക്കും. അതോടെ കഴിയും എൻ്റെ ഇടപാട്. എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു, ഏനെന്റെ പാടത്ത് സ്വപ്നം വിതച്ചു. സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. അനില കഴിവുള്ള കുട്ടിയാണ്. നമ്മൾ പല റൗണ്ടുകളിലും നമ്മൾ അതിൻ്റെ കഴിവ് കണ്ടതാണ്. പക്ഷേ ഈ ഒരു റൗണ്ടിൽ അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് വർക്ക് ചെയ്യണമായിരുന്നു എന്ന് തോന്നി. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണീ അമ്മ. പിന്നെ മോളെ ഹെഡ് വോയിസ് ഒക്കെ ട്രൈ ചെയ്യണം അവിടെ. അത് നമ്മൾ തുറക്കാനിരുന്നാൽ അത് സാർ ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പം പോയായിരുന്നു കുറെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് മുകളിൽ ചെന്നു. ഇപ്പൊ സംസാരിക്കുമ്പോ മേളിൽ നന്നായിട്ട് ചെന്നു. പാടുമ്പോ എന്ത് പറ്റി? സാറേ ഞാൻ പറഞ്ഞപ്പോ പാടിയപ്പോ മേളിലായിരുന്നു. ഇപ്പൊ സംസാരിക്കുമ്പോ മുകളിലാണ്. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എമ്മിടി തന്നിലെ കൃഷ്ണമണി നീയേ. മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഇവിടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ നാളെ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയേണ്ടുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ലക്ഷ്മി, ചേച്ചി ക്യാ ബാത് ഹേ. ഓ എന്റെ അമ്മോ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊരു ബെല്ലി ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ കണ്ടല്ലോ ഞാൻ. ചുമ്മാ നല്ല രസമുണ്ട്. ഒരു ബിന്ദി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് കമന്റ്സ്. യെസ്, ജഡ്ജ്മെന്റ്. ശരത് സാർ. ലക്ഷ്മി, സാർ എന്തൊക്കെയാണ് ഇവിടെ കാട്ടി കൂട്ടിയത്? ലക്ഷ്മി ലക്ഷ്മി തന്നെയാണോ ഇത്? പറയൂ. അതെ. അതെന്നാ എങ്ങനെ ഇതൊക്കെ ഇതിനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ലക്ഷ്മി ഞാനാണെന്ന് പറയാൻ തോന്നുന്നു മോളെ നിനക്ക്? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ലക്ഷ്മിയുടെ എന്താ പറയേണ്ട ഒരു സ്വഭാവവും പിന്നെ മൊത്തത്തിൽ ഒരു നാണം കുടുങ്ങി ഒരു ഗ്രാമത്ത് പെൺമണി ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ തുള്ളുവെന്ന് നമ്മളാരും കരുതിയില്ല. അവിടെ നാട്ടുകാരും കരുതി കാണത്തില്ല കേട്ടാ. എനിക്കിഷ്ടമായി, അതൊക്കെ ഇഷ്ടമായി. പല്ലവിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ പാടിയത്. ചരണം തൊട്ടാണ് നമ്മുടെ ഒരു എന്താ പറയണ്ടേ, ചില ഭരണകാലത്ത് കേരളം പോലെ ആ ജില്ല ഒരൊറ്റ ജില്ലയും നല്ലതല്ലായിരുന്നു കേട്ടോ. അത് കളിച്ചപ്പോ ഇവിടെ കുറച്ച് ചെയ്തപ്പോഴേക്കും നമ്മൾ പറഞ്ഞ ചാടി കളിക്കാൻ ഇല്ല. ഇല്ലല്ലോ. പിന്നെ ഇതേതോ ഞങ്ങളുടെ തെറ്റ് പോലെ പറയുന്നത്. എന്റെ തെറ്റ്. ആ, സ്വയം തെറ്റ് തിരുത്താൻ ശ്രമിക്കുക കേട്ടാ. പിന്നെ എബിയുടെ അടുത്ത് പോയി ഡാൻസ് ചെയ്ത് എബി ഞെട്ടി, മോൾ ഒടിഞ്ഞു പറഞ്ഞ് വീണാലോ. പിന്നെ എന്താ പറയണ്ടേ, ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് അരി. അരിയെല്ലാം കൊണ്ട് കളയുകയും ചെയ്തു. അരിയെല്ലാം വാരിക്കളഞ്ഞു. അതൊക്കെ മോക്ക് മനസ്സിലായോ? നമുക്ക് തെറ്റിയ പോർഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? ചേരാതെ പ്രശ്നമൊക്കെ അതിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ലാസ്റ്റ് പലവിൽ ഒരു ചളക്കവും പറ്റിയിട്ടുണ്ട് മുകളിൽ പാടിയപ്പോൾ. ഓർമ്മ വന്നോ? ലക്ഷ്മി ഇവിടെ ഒന്നും അല്ലേ? അതെ. പെട്ടെന്ന് സ്പേസിൽ പോയാ? ഇല്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടോ? അപ്പൊ എങ്കിലും ലക്ഷ്മി എന്നുള്ള പെൺകുട്ടി ഇത് ചെയ്തപ്പോൾ നമുക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. അവളെ സത്യം പറയാലോ, മോള് സുശീലാമ്മയുടെ പാട്ടുകളൊക്കെ പാടി അതിലെ കൂടെയൊക്കെ തോട്ടത്തിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചാടിയതിൽ സത്യത്തിൽ ആ ഒരു എന്താ പറയണ്ട ചെയ്യാനുള്ള ഒരു മനസ്സും അതെല്ലാം ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ചെയ്തു ലക്ഷ്മി. അതിൽ കുറേ സന്തോഷം. പിന്നെ പാട്ടിൻ്റെ കാര്യം മാത്രം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക ലക്ഷ്മി. അതെന്താ പറ്റിയ? പെർഫോം ചെയ്ത് കുറച്ചൊന്ന് ബ്രത്തിന്റെ പ്രോബ്ലം വന്നു, അത് പോയി. നമ്മുടെ ശരീരത്തിനെ പറ്റി, ഇപ്പം എൻ്റെ ശരീരത്തിനെ പറ്റി ഞാൻ ബോധവാനാണ്. 2 സ്റ്റെപ്പ് അവിടെ നിന്ന് ചെയ്താൽ പിന്നെ ഒരു വർഷത്തേക്ക് എനിക്ക് പാടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. ആരെങ്കിലും താട്ടി എന്തിനാ മൈക്കെടുത്തത്? ഒരു പ്രോത്സാഹനം എന്ന പോലെ. അയ്യോ എന്ന് ചോദിച്ചില്ല. ഇവിടെ നമ്മള് കാണാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ശരത് സാറും ഡാൻസ് ചെയ്യും. തീർച്ചയായിട്ടും അന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യും. അടുത്ത ദിവസം എൻ്റെ മൂക്കി പഞ്ഞി വയ്ക്കുന്ന ദിവസമായിരിക്കും. അതോടെ കഴിയും എൻ്റെ ഇടപാട് കേട്ടോ.
അപ്പം മോളെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഈ ശ്രുതിയുടെ കാര്യം ഇതൊക്കെ ഒന്ന് മോള് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചാടരുത്. ഓവറായിട്ട് ചാടി നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക, കളിപ്പിക്കുക അവിടെ വന്നു. മോളെ എനിക്ക് ലക്ഷ്മി ചെയ്തോണ്ട് എനിക്ക് ഇഷ്ടമായി. കാര്യം ഇങ്ങനൊരു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഇരുട്ടടി കിട്ടിയോണം വരുന്നു ലക്ഷ്മിയുടെ അടുത്ത് നിന്ന്. അപ്പോൾ അതൊക്കെ എന്താ ഒരു വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ മോളി പാട്ടിൻ്റെ കാര്യം അതിൽ ചടുക്കങ്ങളൊക്കെ കളഞ്ഞിട്ട് പാടുക കേട്ടോ. നല്ല ഒരു ടോട്ടൽ നോക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് സർ. ലക്ഷ്മി സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. സൂപ്പർ പെർഫോമൻസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തേട്ടൻ ഓൾറെഡി പറഞ്ഞു, ലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് ഒരു പെർഫോമൻസ് റൗണ്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലപ്പുറം ലക്ഷ്മി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ബാക്കിയുള്ള എലമെൻറ്റ്സ് കുറേശ്ശെ നമുക്ക് ശരിയാക്കി എടുക്കണം. കാര്യം എന്താണെങ്കിലും ആദ്യമായിട്ടൊരാൾ ചെയ്ത് ശീലമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് ആ രീതിയിൽ ഞങ്ങളതിനെ എടുക്കുന്നു. ഓഡിയൻസും അങ്ങനെ തന്നെ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ പിന്നെ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നിയ കാര്യം ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ലോങ് ഫ്രേസസ് ഒക്കെ നല്ല ബ്രത്തിൽ നല്ല കൺട്രോളിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രുതി പോകുന്നുണ്ടായിരുന്നു എന്നുള്ള വാസ്തവം, പക്ഷേ ബ്രത്ത് നല്ലൊരു കൺട്രോള് ഉള്ളതായിട്ട് എനിക്ക് തോന്നി പല ഇടങ്ങളിൽ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരു തമ്മിലൊരു ബാലൻസ്. എന്നാൽ അത് വിചാരിച്ചിട്ട് പെർഫോമൻസിൽ താഴേക്ക് ഒട്ടും അയ്യോ എന്നാലും ഞാൻ പെർഫോമൻസ് നിർത്തിയേക്കാമെന്ന് വിചാരിക്കരുത്. ഇതങ്ങ് പോട്ടെ, അതിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് പക്കാക്കി എടുക്കാൻ പറ്റും മറ്റേ മ്യൂസിക്കൽ എലമെന്റ്സ്, അതൊന്നും ആലോചിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. മഹദി മാം. ലക്ഷ്മി മാം അടിപൊളിയായിരുന്നു. താങ്ക് യു. എനിക്കിഷ്ടമായി ലക്ഷ്മിയുടെ ഒരു നേച്ചർ വെച്ചിട്ട് ഇത്രയും ചെയ്യുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇറ്റ് വാസ് എന്താ പറയുക, ലക്ഷ്മി ഒരു ഓക്കെ ഒന്നും അടങ്ങി ഇങ്ങനെ പാടുന്നാണ് വിചാരിച്ചത്. പക്ഷേ ശരിക്കും എനിക്ക് പല്ലവി ശരിക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, പല്ലവിയിൽ പക്ഷേ ആ നീച്ചെ എന്താ വാട്ട് ഈസ് ദാറ്റ് വേർഡ്, പല്ലൂക്കെ നീച്ചെ, ആ നീച്ചെ തൊട്ട് എല്ലാം നീച്ചെ എല്ലാം ഫ്ലാറ്റായി. ഓക്കെ, ചരണം ആ हिले 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 വാസ് ടോട്ടലി ഔട്ട് ഓഫ് പ്ലേസ്. അഗൈൻ ആരി ഹേ, അതും ഔട്ട് ഓഫ് പ്ലേസ്. മോറോലെസ് ഐ തിങ്ക് ലക്ഷ്മി കുറേ കിടന്ന് ചാടിയ കാരണം ലക്ഷ്മിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല നോട്ട്സിലേക്ക്, അല്ലേ? ചരണം ആയപ്പോഴത്തേക്കും ഞാൻ ആ ലിറിക്സിൻ്റെ ആ ഭാഗത്തും ഫ്രണ്ട്സിനെ നോക്കി എന്തൊക്കെയോ കാണിച്ചു. അപ്പോഴേക്കും എൻ്റെ കൺട്രോൾ കുറച്ച് എന്തിനാ അവരെ നോക്കി എന്തൊക്കെ കാണിച്ചു? ഞാൻ ആ ഇതിൽ അങ്ങ് പോയതാ. ഓക്കെ, ആ ഫ്ലോയിൽ അങ്ങനെ ഒഴുകിപ്പോയി. ഓക്കെ, എനിവേസ് നൈസ് പെർഫോമൻസ് ലക്ഷ്മി. എനിക്ക് ലക്ഷ്മിയുടെ ആ ത്രോ ഇൻ യുവർ വോയിസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ലക്ഷ്മി ശരിക്കും ആ യമുന വെറുതെ ആ പാട്ടൊക്കെ പാടിയപ്പോൾ യുനോ എത്രയും കൺട്രോൾഡായിട്ട് പാടിയെന്ന് എനിക്കറിയാം. ഇതിൽ നല്ല ബോൾഡ് ആൻഡ് നൈസ് ത്രോ ഉണ്ടായിരുന്നു ആൻഡ് നൈസ് ബ്രെത്ത് കൺട്രോൾ ലൈക്ക് അൽഫോൻസ് ഏട്ടൻ സെഡ്. സോ ചെറിയ പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് യുവർ ഡാൻസിങ്, അത് കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാം. അപ്പോൾ ലക്ഷ്മി ജഡ്ജസിനെ ഞെട്ടിച്ച് കളഞ്ഞു. ഇങ്ങനെ ഒരു നാടൻ പെൺകുട്ടി എങ്ങനെയാണ് ഇങ്ങനെ വന്ന് ബെല്ലി ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ചെയ്തതെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിനി മാർക്സ്. ശരത് സാർ. അൽഫോൺസിന്റെ ഒരു പ്രോത്സാഹനം എന്ന് കരുതിയാൽ അതെ, 21 മാർക്സ്. 21 out of 25. അൽഫോൻസ് സാറിന്റെ പ്രോത്സാഹനം എത്രയാണ്? ഒരു പ്രോത്സാഹനം അതെ, 22 മാർക്ക്. 22 out of 25. മഹദി മാം 21.5. 21.5 out of 25. So your total score is 64.5. അപ്പോൾ ഈ സ്റ്റേജിലെ എല്ലാ പെർഫോമൻസും കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ സൂപ്പർ സ്റ്റാറിന്റെ ആദ്യത്തെ സ്റ്റേജ്? കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇനി കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മുടെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഈ ബാൻഡിന്റെ കൂടെ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അവരുടെ കൂടെ ഇനി നന്നായിട്ട് ഇനി പ്രാക്ടീസ് ചെയ്ത് ഇനി എടുക്കണം. കുറച്ചുകൂടെ എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അല്ലേ? അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പൊ എന്തായാലും ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി സൂപ്പർ സ്റ്റാറിൽ വരാൻ പോകുന്നത് ഒരു ഫോക്ക് സോങ് ആണ്. പക്ഷെ അതിനു മുമ്പ് നൗ ഇറ്റ്സ് ടൈം ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഇൻ അമൃത സൂപ്പർ സ്റ്റാർ. ബി എ സ്റ്റാർ, എ സൂപ്പർ സ്റ്റാർ. തിരിച്ചു വരാം അമൃത സൂപ്പർ സ്റ്റാറിന്റെ ഈ സംഗീത വേദിയിലേക്ക്. അടുത്തതായി ഒരു ഫോക്ക് സോങ് ആണ്. ആരാണ് പാടാൻ പോകുന്നത്?
അനിലയാണ് പാടാൻ പോകുന്നത്. ഒരു നാടൻ പെൺകുട്ടിയായിട്ട് അനില ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം അനില. ഹായ്, എൻ്റെ അടുത്ത റൗണ്ട് ഫിൽമി ഫോക്ക് റൗണ്ടാണ്. എല്ലാവരും പാടത്ത് സ്വപ്നം വിതച്ചു എന്ന പഴയൊരു ഗാനമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ശ്രീ ദേവരാജൻ മാസ്റ്ററിൻ്റെയും വയലാർ സാറിൻ്റെയും കോമ്പിനേഷനിലുള്ളൊരു പാട്ടാണ്. നന്നായി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സ്വർണ്ണം
അനില ചേച്ചി പാടിന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വള കിളിക്കിയപ്പോ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നല്ല രസമുണ്ട്. നല്ല റെഡ് ബാംഗിൾസും നല്ല കളറാണ് കോസ്റ്റ്യൂമിന്റെ. താങ്ക് യു. പാടിന കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ജഡ്ജ്മെന്റിലേക്ക് പോവാം അല്ലേ? യെസ്, ശരത് സാർ. അനില, സാർ. നല്ല രസമുള്ള പാട്ട് മോള് നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് തോന്നിയത് എപ്പോഴും പാടുന്ന പോലെ ഒരു കുറച്ചും കൂടെ എന്താ പറയണ്ട, ഒരു കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്തു തുടക്കം മുതൽ. മോള് പല്ലവി പാടുമ്പോൾ മോല് അതിങ്ങനെ പുറകെ നടക്കുമായിരുന്നു വടിയും കുത്തി കേട്ടോ. അതുപോലെ മോളെ ഈ ടോപ്പ് മേളിലോട്ട് പാടുമ്പോൾ മോക്കൊരു മൂക്കിഷാവുന്നുണ്ട് പാടുന്നത്. അതെങ്ങനെ മാറ്റാമെന്നുള്ളതിനെ പറ്റി എനിക്ക് ധാരണയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ലിറിക്കിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. നമ്മൾ കൂടുതൽ മൂക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോൾ കൊയ്താലും എന്നുള്ളത് മനസ്സിലാകത്തില്ല. നമ്മൾ കോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂക്കാകുമ്പോൾ മനസ്സിലാകത്തില്ല. ഞാനത് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണ കേട്ടോ. അപ്പോൾ അത് എങ്ങനെ അതിൽ നിന്ന് മൂക്ക് വെളിയിൽ വരാം എന്നുള്ള കാര്യം നമ്മൾ സ്വയം കുറേയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അത് കാര്യം നമ്മൾ എന്താ ഈ അനുനാസിക അതിപ്രസരം നമുക്ക് ചിലപ്പം ഭാവിയിൽ ഇപ്പം ചെറുതല്ലേ. അപ്പം എത്രയായി മോക്ക്? വയസ്സ് എത്രയായി? 24. എൻ്റെ അമ്മച്ചി. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇതിനുള്ളിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണത് കേട്ടോ. അത് ഇച്ചിരി ഒരു 1.25 വർഷം ലേറ്റാണ് നമ്മൾ. അപ്പോൾ അത് മോളൊന്ന് ശരിയായിക്കൊള്ളുക. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ഇരുന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഇതാരെങ്കിലും എന്താ പറയണ്ടേ, ഈ വോയിസ് തെറാപ്പി ചെയ്യുന്ന ആരെങ്കിലും കാണിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ സഹായം തേടുക മോളെ കേട്ടോ. അപ്പോൾ ഈ മൂക്കങ്ങ് പോലെ എന്ന് പറയും. അപ്പോൾ അതിന് ഒന്നും മനസ്സിലാകത്തില്ല. കതിർവാഴും എന്ന് പറയുന്നതിന് അതിന് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മൂക്ക് യൂസ് ചെയ്താൽ കൂടുതലാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി പോകും. പിന്നെ ഈ ഒരു ഫോക്കിൻ്റെ ഒരു ജും കുറേയും കൂടെ വേണമായിരുന്നു എന്ന് തോന്നി കേട്ടോ. മോൾ പാടുമ്പോൾ ഒരു ഡുണ്ടുണുക്ക ഫീല് കുറച്ചും കൂടെ ആവാമായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക. എന്താണ് ഈ മൂക്കിൻ്റെ കാര്യം. പിന്നെ ഇന്നൊരു അത്രയ്ക്കൊരു കൺട്രോൾ ഉള്ളതായിട്ട് തോന്നിയില്ല. രസമുണ്ടായിരുന്നു മോളെ, ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ കുഴപ്പങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് സർ. അനില, നല്ലൊരു പഴയ പാട്ടാണ് എടുത്തത്. നല്ല രസമായിരുന്നു. പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും ശരത് സാർ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. ശ്രുതിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇച്ചിരി ഫ്ലാറ്റ് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അനിലയ്ക്ക് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മിക്സ്ഡ് രജിസ്റ്റേഴ്സ് മിക്സ് ചെയ്തുകൊണ്ടുള്ള പാടാനുള്ള ചില ടെക്നിക്സും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഉദാഹരണം മുകളിൽ പാടുമ്പോൾ എനിക്കിപ്പോൾ തൊണ്ട പോയിരിക്കാം. മൂക്കിനെ കൂടുതൽ എത്തി കൊടുത്തിട്ട് പാടാം. മനസ്സിലായോ? എന്ന് പാടണ തന്നെ കുറച്ച് ഏരിയാസ് ഉണ്ട്. നമ്മുടെ പല രജിസ്റ്റേഴ്സ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഒരേ ടോണിൽ തന്നെ അത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പരിശീലനം അനിലയ്ക്കൊന്ന് ചെയ്യണം പതുക്കെ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വരമോ ടോണോ ആകാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള തനതായ ഒരു രീതിയുണ്ട്. പക്ഷെ അതിൽ തന്നെ നമുക്ക് ഇച്ചിരി ഏറ്റവും കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തന്നെ വരുത്താൻ പറ്റും. ഇപ്പം നമ്മളുടെ ഒരു മാക്സിമം ശ്രുതിയുടെ റേഞ്ച് ഉണ്ട് അല്ലേ. അത് നമുക്ക് പക്ഷേ നമുക്ക് പരിശീലനം കൊണ്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഈ ടോണൽ വേരിയേഷനും നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. നമ്മളുടെ ദൈവം തന്ന ഒരു ടിമ്പർ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനകത്ത് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യാം. നമ്മൾ കുറച്ചുകൂടി ടോണൽ ക്വാളിറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതുകൾ ചെയ്യണം. എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും നമുക്ക് കൺസൾട്ടിങ് ചെയ്യാം. നമുക്കും കുറച്ച് എക്സസൈസുകളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അനില കഴിവുള്ള കുട്ടിയാണ്. നമ്മൾ പല റൗണ്ടുകളിലും നമ്മൾ അതിൻ്റെ കഴിവ് കണ്ടതാണ്. പക്ഷേ ഈ ഒരു റൗണ്ടിൽ അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് വർക്ക് ചെയ്യണമായിരുന്നു എന്ന് തോന്നി, പ്രത്യേകിച്ച് ശ്രുതിയുടെ കാര്യങ്ങളിലൊക്കെ കേട്ടോ. പക്ഷെ ഓവറോൾ ഒരു രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹരി മാം. അനില, നല്ല പെർഫോമൻസ് ആയിരുന്നു അനില. അനിലയുടെ പാട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഐ തിങ്ക് ഇന്ന് അനില കുറച്ച് you had to put an extra effort to sing well.
അനിലൊക്കെ യൂഷ്വലായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് പാടിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ എഫേർട്ട്ലെസ് ആയിട്ടാണ് അനില പാടാറുള്ളത്. ഐ തിങ്ക് ചിൻ ചു ആൻഡ് ഓൾ യു ആർ ലൈക്ക് റിയലി ഫ്രീക്കിംഗ് ഔട്ട്. ബട്ട് ദിസ് സോങ് ഐ റിയലി തിങ്ക് അനില വാസ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ കംപ്ലീറ്റ്ലി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പല്ലവി നല്ല ഇഷ്ടമായി. ആൻഡ് സെക്കൻഡ് ചരണം ടോട്ടലി വാസ് ബ്രില്യൻറ്റ്. ഓക്കെ, ആൻഡ് തേർഡ് ചരണമായിട്ട് again lot of fluctuations, and last pallavi was also nice. എനിക്ക് തോന്നണേ ഹൈ പോർഷൻസ് സെക്കൻഡ് ചരണത്തിലായിരുന്നു മോസ്റ്റ് പിച്ച് പെർഫെക്റ്റ്. ആ കനവ് കണ്ട് ആ സ്ഥലമായിരുന്നു ഏറ്റവും പിച്ച് പെർഫെക്റ്റ്. എനിക്കും തോന്നി, ഞാൻ നേസാലിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഒരു നേസൽ ടിഞ്ച് അത് നാച്ചുറലായിട്ട് അനിലേക്ക് വരുന്നു. ഐ തിങ്ക് അറ്റ് 24 ഐ തിങ്ക് യു ക്യാൻ റിയലി കറക്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതർവൈസ് നൈസ് പെർഫോമൻസ്. ആൻഡ് എനിക്ക് അനിലയുടെ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ സ്കേർട്ട് പോകുമ്പോൾ തന്നിട്ട് പോണേ, എനിക്ക് നല്ല ഇഷ്ടമായി. ബത്തിക് സ്കേർട്ട് സർ, നല്ല ഫാഷൻ സെൻസ് ഉള്ളവരാണ് കൂടെ ഇരിക്കുന്നത്. അതെ 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 അതെ. താങ്ക് യു മാം. അപ്പോൾ സ്കേർട്ടിൽ മഹതി മാം കണ്ണു വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ കൊടുത്തിട്ട് പൊക്കോളൂ. അത് കൊടുക്കുമെന്ന് സമ്മതിച്ചാലേ ഇപ്പം മാർക്ക് നന്നായിട്ട് തരാൻ വഴിയുള്ളൂ. കൊടുക്കും. അപ്പം 3 പെർഫോമൻസും കഴിഞ്ഞു അല്ലേ ഈ സ്റ്റേജിൽ? യെസ്. അപ്പം ഇനി അടുത്ത സ്റ്റേജിൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ മാറ്റിയിട്ട് ഒരു ബെറ്റർ ഇല്ല, ആക്ച്വലി ആളൊരു അടിപൊളി ആളാണ്. ഇത് നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് സോങ് അല്ല. എന്നാൽ കൂടെ ഇനിയുള്ള സ്റ്റേജിൽ നമ്മൾ നല്ല ഫ്ലെക്സിബിളായി നല്ല വെർസറ്റൈലായിട്ട് നന്നായിട്ട് പാടാൻ പറ്റട്ടെ. നമുക്ക് മാർക്സിലേക്ക് പോവാം. യെസ്, ശരത് സാർ. അനില, സത്യസന്ധമായിട്ട് പറയൂ, എത്ര ആയിരിക്കും? 19. കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത്? 20 marks. 20 out of 25. അൽഫോൻസ് സർ. അനിലേക്ക് ഒരു പ്രോത്സാഹനമായിട്ട് 20 marks. 20 out of 25. ഡെഫിനറ്റ്ലി പ്രോത്സാഹനമായിട്ട് 20.5. 20.5 സ്കേർട്ടിനാണ്. 20.5 on 25. സോ ടോട്ടൽ മാർക്ക് 60.5 ആണ്. ഈ സ്റ്റേജിൽ ഏത് സോങ്ങിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്? മെലഡിക്കാണോ? ഞാൻ വിചാരിച്ചു നമ്മുടെ ചിങ് ചൈന ഡാൻസിനായിരിക്കും. മെലഡിക്കാണ്. അപ്പോൾ മാം പറഞ്ഞതുപോലെ മെലഡിയിലും ഈവൻ ഫാസ്റ്റ് സോങ്ങിലും വളരെ കംഫർട്ടബിൾ ആണ്. ഈ ഫോക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നന്നാക്കി എടുക്കാം അല്ലേ? അപ്പോൾ ഇനിയുള്ള എല്ലാ റൗണ്ട്സിനും ഒരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അനിലയുടെ ഈ സ്റ്റേജിലെ 3 പെർഫോമൻസും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജിലാണ് നമ്മൾ അനിലയെ കാണുക. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത് ശ്രീരേഖയാണ്. ബട്ട് അതിനു മുമ്പ് വിൽ ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഇൻ അമൃത സൂപ്പർ സ്റ്റാർ. ബി എ സ്റ്റാർ, എ സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു അമൃത സൂപ്പർ സ്റ്റാർ. ബി എ സ്റ്റാർ, എ സൂപ്പർ സ്റ്റാർ. ഇന്നത്തെ ലാസ്റ്റ് പെർഫോമൻസിന് വേണ്ടി വരുന്നു ശ്രീരേഖ ഒരു മെലോഡിയസ് ഗാനവുമായി. ലെറ്റ്സ് വെൽക്കം ശ്രീരേഖ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. ഈ സോങ്ങാണ് ഞാൻ സ്വീറ്റ് മെലഡി റൗണ്ടിൽ പാടാൻ പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. പിച്ച വയ്ക്കും കൺമണിയേ
തെന്നലിൻ ചാമരം വീശി വന്നോരോ രാവിൽ ആലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. കൈവല്യമല്ലേ വിഷുവിൻ കൈനീട്ടമല്ലേ കന്നിവേൽ കയ്യരുളും നാണ്യം നീയല്ലേ. കൈവല്യമല്ലേ വിഷുവിൻ കൈനീട്ടമല്ലേ കന്നിവേൽ കയ്യരുളും നാണ്യം നീയല്ലേ. പിന്നിൽ നിന്നും മണ്ണിൽ ചിന്നും സമ്മാനം നീ ചേലിൽ തെല്ലേ. പൊന്മകളായി നീ ചേരും നാളല്ലേ എന്നാനന്ദം നീയേ. പൂമടിത്തട്ടിലെ പുഞ്ചിരി ചന്തമായി മിന്നും പൊന്നേ നിന്നിളം ചുണ്ടിനോടൊത്തിരി കൊഞ്ചി ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകിലേ നീ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ മിഴി തന്നെ കൃഷ്ണമണി നീയേ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ മിഴി തന്നിലെ കൃഷ്ണമണി നീയേ. ശ്രീരേഖ കുട്ടി, ചേച്ചി എന്താ സംഭവിച്ചത്? എന്താ പറ്റിയേ? തൊണ്ടടഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ജഡ്ജസിന് പറയാനുള്ളത് നോക്കാം. ശരത് സാർ. ശ്രീരേഖ എന്തോ നന്നായിട്ട് പാടി മോളെ. ഇത് നമുക്ക് എന്താ പറയേണ്ടത്, അതിനകത്തൊരു കുഴപ്പമില്ല കേട്ടോ. അത് എന്താ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആർക്കും എപ്പോൾ വേണേൽ പറ്റാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നിയത് മോക്ക് ഈ ഒരു ടെമ്പോ തന്നെ, ഈ ഒരു ഇതിൽ മോക്ക് പാടാൻ പറ്റുന്നില്ല. പല്ലവി പാടുമ്പം തന്നെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. നമ്മൾ ഒരു കാര്യം നമുക്ക് തെറ്റും, ചുമ വരും, എന്തൊക്കെ വേണേൽ സംഭവിക്കാം. നമ്മൾ കോൺഫിഡൻസ് വിടുകയേ ചെയ്യരുത് മോൾ. അവിടെ ആയിപ്പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പാടാൻ പറ്റിയില്ല. നമ്മളൊന്നും അൽഫോൺസ് പോയി കേസ് ഇടുകയോ അല്ല ഞാൻ കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇല്ലേ? നമ്മളൊന്നും ചെയ്യാൻ, നമുക്ക് വിഷമിക്കുക, അയ്യോ കുഞ്ഞിന് പാടാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷം ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. ഒരു നല്ല കഴിവുള്ള കുട്ടിയാണ് ശ്രീരേഖ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അത് ആർക്കും പറ്റും മോളെ, അത് വിട്ടേക്കാം. ഈ ടെമ്പോ മോള് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ടിക് ടിക്കിൽ കൃത്യമല്ലായിരുന്നു. പിന്നെ കൺമണി സംഗതികളൊക്കെ കുറച്ച് ചളുക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് മറക്കാം കേട്ടോ. മോള് ഹെഡ് വോയിസ് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ പെൺകുട്ടികൾ നമ്മൾ അവരൊരു എന്താ പറയണ്ടേ, ഒരു ഏരിയ വരെ നമ്മുടെ ഒറിജിനൽ ശബ്ദമുള്ളൂ. പിന്നെ ഹെഡ് വോയിസ് ട്രൈ ചെയ്ത് അങ്ങനെ മേപ്പോട്ട് പാടാൻ പറ്റണം കേട്ടോ. അതാണ് വേണ്ടത്. കുഴപ്പമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു സർ. അൽഫോൻസ് സർ. ശ്രീരേഖ, നമ്മളെല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം ശ്രീരേഖ നല്ലൊരു പാട്ടുകാരിയാണ്. ഒത്തിരി നാളുകളായി മ്യൂസിക് പഠിക്കുന്നു, നന്നായിട്ട് പാടും, സംഗതികളൊക്കെ നന്നായിട്ട് വരും, എല്ലാം അറിയാം നമുക്ക്. പക്ഷെ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ആവശ്യമുള്ള ചില ഘടകങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രാക്ടീസ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പിക്കപ്പ് ചെയ്തെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ ചില മാനറിസംസ്, അതൊന്നും ചിലപ്പോൾ ഒറ്റ സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മൾ എഴുതി വെച്ച് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഇതിൽ മാറ്റം വരുത്തേണ്ടത്, ചിലപ്പോൾ നമ്മളുടെ ചില മനോഭാവത്തിലുള്ള ഇതുകളായിരിക്കാം, അത് നമ്മൾ മാറ്റം വരുത്തിയേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും കുറവ് പറ്റി, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, നമ്മളത് ആൾക്കാരെ കാണിക്കേണ്ട യാതൊരു കാര്യമില്ല.
അതിനെ നമ്മൾ ജസ്റ്റ് ലീവ് ഇറ്റ്. എന്ത് വേണമെങ്കിൽ വന്നോട്ടെ. അതിന് മനസ്സിലായോ? എന്താണോ ഞാൻ ചെയ്യാറ്, എൻ്റെ മുമ്പിലിരിക്കുന്ന കാണികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അപ്പോഴത്തെ ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ആ നേരത്തെ നമ്മൾ എടുക്കുന്ന ആ ഒരു മനോധൈര്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ശക്തി നമുക്ക് കിട്ടും. മനസ്സിലായോ? പിച്ച് കിട്ടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സാധനമൊക്കെ പുഷ്പം പോലെ ചിലപ്പോൾ പടിന്നിരിക്കും. ആ സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് അത് വിട്ട് കളയരുത് കേട്ടോ. മോക്കത് പറ്റും. മോൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുന്നത്? ഇത്രമാത്രം സംഗീതം പഠിച്ച് ഇത്രയും ജ്ഞാനവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കുറവുകൾ നമ്മൾ മറികടക്കണം. ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നൊന്നും അങ്ങനെ വരിയായിട്ട് അക്കമിട്ട് പറയുന്നില്ല. ഈ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹദി മാം. ശ്രീരേഖ നന്നായിട്ടുണ്ടായിരുന്നു മോളെ. വിഷമിക്കേണ്ട ഒരു ആവശ്യമല്ല. ഓക്കെ, തൊണ്ടടപ്പ്, ത്രോട്ട് സ്ട്രെയിൻ, ഇതെല്ലാം എല്ലാ സിംഗേഴ്സിനും പറ്റുന്ന ഒരു കാര്യമാണ്. ഐ തിങ്ക് ബേസിക്കലി യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദ ടെമ്പോ ഓഫ് ദ സോങ്. ഓക്കെ, സോ ആ ഒരു യുനോ എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്തുള്ള പെർഫോമൻസസ് വാട്ട് എവർ ദ നെക്സ്റ്റ് സ്റ്റേജ് എനിത്തിങ് യു കോൾ ഇറ്റ്, അത് ശ്രീരേഖയുടെ ബെസ്റ്റ് ആവണം. ഓക്കെ, വിഷിംഗ് യു good luck from all three of us and all the contestants and all the viewers. All the best. Thank you ma'am. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് ഒരുപാട് അറിവുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഏതൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും നമുക്ക് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ ഫുൾ കോൺഫിഡൻസിൽ വരില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്സ് അറിയാം അല്ലേ? മോളെ, ഇത് മാർക്കൊന്നും വലിയ സംഭവമല്ല കേട്ടോ. അത് മോളെ മനസ്സിൽ വിചാരിക്കുക. അതൊക്കെ ആയാലും എന്താ പറയണ്ടേ, എല്ലാം നമ്മൾ സന്തോഷമായിട്ട് എടുക്കുക, മുമ്പോട്ട് പോവുക കേട്ടോ. പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക. അതിന് എല്ലാ ശക്തിയും ദൈവം മോക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 17 മാർക്സ്. 17 out of 25. അൽഫോൺസ് സർ. അപ്പോൾ മോൾക്ക് ഒരു പ്രോത്സാഹനമായിട്ട് 17.5. 17.5 out of 25. മഹദി മാം. ഒരു പ്രോത്സാഹനമായിട്ട് നത്തിങ് അബൌട്ട് ദ മാർക്ക് മോളെ. ദിസ് ടൈം മോൾക്ക് അറിയാം ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. സോ ഡോണ്ട് വറി. ഗുഡ് ലക്ക് നെക്സ്റ്റ് ടൈം. 17 out of 25. സോ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 51.5 out of 75 ആണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ സംഗീതയാത്രയുടെ ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങാൻ സമയമായിരിക്കുകയാണ്. പക്ഷേ ആരവങ്ങൾ ഉണർത്തുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ പെർഫോമൻസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ഷിബ്ല ആൻഡ് ശ്രീരേഖ saying bye bye from Amrita Superstar. Be a star, a superstar. ഞാൻ വളരെ സമാധാനമായിട്ടല്ലേ പറഞ്ഞത് സൗഭ്യയുടെ അടുത്ത്, ചിരിക്കണട്ടാ. അപ്പം എന്ത് പറ്റി? ചിരിച്ചില്ല. ആഹാ, ഓഹോ, ഈ ശരത് സാർ പറഞ്ഞിട്ട് വേണോ ഞാൻ ചിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചിരിക്കാതെ അങ്ങ് നിന്ന് വാശി പിടിച്ചിട്ട്. എല്ലാ വരികളും ഓർത്ത്, മറ്റത് മൂന്നാമത്തെ വരി കഴിയുമ്പോൾ നാലാമത്തെ വരി മറന്നു പോകും. പിന്നെ അടുത്ത സ്റ്റാൻസ് വരുമ്പോൾ ഇത് ഈ വരിയാണ് അവിടെ, അവിടെയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ കൺഫ്യൂഷനിലെ. ഈ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ഐ നോ ദേവികയ്ക്ക് കുറെ ടെൻഷൻ, എസ്പെഷ്യലി അബൌട്ട് ദാറ്റ് ഹൈ നോട്ട് ദർ. അതെത്തോ ഷാർപ്പോ ഫ്ലാറ്റോ ആവല്ലേ എന്നൊരു ചിന്ത. ആ ഡൗട്ട്സ് വേണ്ട. ദാറ്റ് വാസ് വെരി ക്ലീൻ. ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്ക കവിലുറഞ്ഞാടാൻ, ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നത് വനാന്നേ. അങ്ങനെ പിപ്പിന്നാണോ? കുറച്ചുകൂടെ തുറഞ്ഞു വിളിക്കടോ.
ഞാൻ വിചാരിച്ചു ഇവിടെ പീ നാരാണ്ട് ഊതുകയാണെന്ന്. ആർപ്പോന്ന് വിളിക്കണ്ടേ, ആർപ്പോ. അത് മറ്റേ കലം ചട്ടി ഒക്കെ വിളിച്ചോണ്ടോ ആ ലെവലാണ്.